ഒരിക്കൽ രാജാവ് വേഷപ്രച്ഛന്നനായി ഗ്രാമത്തിലൂടെ നടക്കുകയാണ്. പല ജോലികൾ ചെയ്യുന്ന ആളുകളെ അദ്ദേഹം കണ്ടു. ഒരു മനുഷ്യൻ വിറക് വെട്ടിക്കൊണ്ടിരിക്കുന്നു. തന്നോട് ചോദിച്ചു, എന്താണ് ചെയ്യുന്നത്? അദ്ദേഹം പറഞ്ഞു, വിറക് വെട്ടുകയാണ്. വേറെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, ജീവിക്കണ്ടേ, അതുകൊണ്ട് ചെയ്യുക. തുടർന്ന് വീണ്ടും അദ്ദേഹം മുന്നോട്ട് പോയപ്പോൾ ഒരു അലക്കുകാരനെ കണ്ടു, തുണി നനയ്ക്കുകയാണ്. അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നന്നായിട്ട് പഠിക്കാൻ കഴിഞ്ഞില്ല, വേറെ ജോലിയൊന്നും അറിയത്തില്ല, അതുകൊണ്ട് ഞാനിത് ചെയ്യുക. രാജാവിൻ്റെ യാത്ര തുടർന്നുകൊണ്ടേയിരുന്നു. അടുത്തൊരു ഗ്രാമത്തിലേക്ക് എത്തുമ്പോൾ ഒരു വൃദ്ധനായ മനുഷ്യൻ ചില കുട്ടികളെ അടുത്തിരുത്തി അവരെ പഠിപ്പിക്കുന്നു. അവരോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? വൃദ്ധനായ മനുഷ്യൻ പറഞ്ഞു, ഇതെൻ്റെ ജീവിതമാണ്, ഇതെൻ്റെ ആഗ്രഹമാണ്, ഈ കുഞ്ഞുങ്ങളെ ഞാൻ പഠിപ്പിക്കുക, ഇവരാണല്ലോ നാളത്തെ സമൂഹമെന്ന് പറയുന്നത്. ആ മറുപടി കേട്ടപ്പോൾ രാജാവിന് ആശ്ചര്യം തോന്നി. പലരും നിർബന്ധത്താൽ ജീവിക്കാൻ വേണ്ടി ജോലി ചെയ്യുമ്പോൾ തൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലെ ആഗ്രഹം കൊണ്ട് കുറച്ച് കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു വൃദ്ധൻ. രാജാവ് ഓർഡർ ചെയ്തു, ഈ ഗ്രാമത്തിൽ ഒരു സ്കൂൾ ആരംഭിക്കണം. കാരണം ഈ വൃദ്ധനായ മനുഷ്യൻ വലിയ ആഗ്രഹത്തോടെ ഈ കാര്യങ്ങൾ ചെയ്യുകയാണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ എത്രത്തോളം നമ്മൾക്ക് പാഷനുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം നമുക്ക് കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. പല ആളുകളും ജോലി ചെയ്തു എന്ന് പേര് വരുത്താൻ വേണ്ടി ചെയ്യുന്നവരാണ്. പൈസയ്ക്ക് വേണ്ടി ജോലി ചെയ്യുന്നവരുണ്ട്, മറ്റൊന്നും ചെയ്യാൻ അറിയാത്തത് കൊണ്ട് ചെയ്യുന്നതുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ദിവസവും ഒരാളോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, വേറെ ഒന്നും എനിക്ക് അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ ഇതങ്ങ് ചെയ്യുകയാണ്. അല്ല, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ, ജോലിയിൽ, പ്രവർത്തനത്തിൽ എത്രത്തോളം ആത്മാർത്ഥത പുലർത്താൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ട്. നിങ്ങളൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നെങ്കിൽ 100% സിൻസിയറായി ആത്മാർത്ഥതയോടെ അവർക്ക് വേണ്ടി അധ്വാനിക്കാൻ, പ്രവർത്തിക്കാൻ നിങ്ങൾ കഴിയുമോ? ഒപ്പം തന്നെ ഒരു എക്സ്ട്രാ മൈൽ ഓടാൻ നിങ്ങൾ തയ്യാറാണോ? എക്സ്ട്രാ മൈൽ ഓടുന്നവർക്ക് മാത്രമേ ജീവിതത്തിൽ മുന്നേറ്റവും വിജയവും ഉണ്ടാകത്തുള്ളൂ. 5 മണി വരെയാണ് നിങ്ങൾ ജോലി ചെയ്യേണ്ടത്. എന്നാൽ നിങ്ങളുടെ വർക്ക് തീരാത്തത് കൊണ്ട് 1-2 മണിക്കൂർ എക്സ്ട്രാ ചെയ്യാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടോ? പ്രതിഫലേച്ഛ കൂടാതെ നിങ്ങളെ ഏൽപ്പിച്ച ദൗത്യം നിർവഹിക്കാൻ വേണ്ടി നിങ്ങൾ ഒരു നാഴിക അല്ലെങ്കിൽ 1 മണിക്കൂർ 2 മണിക്കൂർ കൂടുതൽ പ്രവർത്തിക്കാൻ നിങ്ങൾ തയ്യാറാകുമോ? അവിടെയാണ് നിങ്ങളുടെ വിജയം. ഒരുപക്ഷെ മറ്റാരും നിങ്ങളെ നിർബന്ധിച്ചില്ലെങ്കിലും നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിറപടിയോടെ സമയബന്ധിതമായി പൂർത്തീകരിക്കാനുള്ള കമ്മിറ്റ്മെൻറ്റ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകണം. അത് കുടുംബത്തിലെ, വീട്ടിലെ ജോലി കാര്യങ്ങളാണെങ്കിലും. ദൈവം നിങ്ങൾക്ക് വീട്ടിൽ തന്നിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളുണ്ട്. ഭാര്യ എന്ന നിലയിൽ നിങ്ങൾക്കുള്ള ഉത്തരവാദിത്തം, ഭർത്താവ് എന്ന നിലയിൽ നിങ്ങൾക്കുള്ള ഉത്തരവാദിത്തം, ഒരു മകൻ എന്ന നിലയിൽ, മകൾ എന്ന നിലയിൽ നിങ്ങൾക്കുള്ള ഉത്തരവാദിത്തം. അത് നിറപടിയായി നിവർത്തിക്കുമ്പോഴാണ് ഒരു വീട് കുടുംബമായി മാറുന്നത്. ആ സന്തോഷം അവിടെ ഉണ്ടാകുന്നത്. ഉത്തരവാദിത്തങ്ങളിൽ വീഴ്ച വരുത്തരുത്. മടിയും അലസതയും നിങ്ങളുടെ ജോലിയിൽ നിന്ന് നിങ്ങളെ പുറകോട്ട് വലിക്കരുത്. നിങ്ങളൊരു ശുശ്രൂഷകനാണെങ്കിൽ നിങ്ങളെ ദൈവം ഏൽപ്പിച്ച ദൗത്യം പൂർണ്ണമായി, പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയണം. അവിടെയാണ് നിങ്ങളുടെ ശുശ്രൂഷയിലെ വിജയവും എന്ന് പറയുന്നത്. ചില ആളുകളുണ്ട്, പല ജോലികൾ, പല കാര്യങ്ങൾ ചെയ്ത് ഒന്നിലും സ്ഥിരപ്പെടാതെ പോകുന്നവർ, ഒന്നിലും തൃപ്തിപ്പെടാതെ പോകുന്നവർ, എല്ലായിടത്തും പരാതിയും പരിഭവമായി ജീവിക്കുന്ന ആളുകളുണ്ട്. ഒരിക്കലും പാടില്ല. നിങ്ങൾ ഏൽപ്പിക്കുന്ന ചെറിയ ജോലി പോലും സന്തോഷത്തോടെ, പൂർണ്ണ ഹൃദയത്തോടെ ചെയ്യുമ്പോഴാണ് വിജയം എന്ന് പറയുന്നത്. വിശുദ്ധ ബൈബിളിൽ യോസഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കാണുന്നുണ്ട്. താൻ ജയിലിലായിരുന്നിട്ട് പോലും ആ ജയിലിലും ഉത്തരവാദിത്വത്തോടെ തൻ്റെ കർത്തവ്യങ്ങൾ നിർവഹിച്ചു. പൊത്തിഫറിന്റെ ഭവനത്തിൽ തന്നെ ഏൽപ്പിച്ച ദൗത്യം, ശുശ്രൂഷകൾ നിറപടിയായി നിവർത്തിച്ചു. അതുകൊണ്ടാണല്ലോ തന്നെ അധിപനാക്കി വെക്കുന്നത്. താൻ ഉത്തരവാദിത്വ ബോധമുള്ളവനാണെന്നുള്ളത് കൊണ്ടാണ് തന്നെ ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നത്. നാം എപ്പോഴും അറിയേണ്ടത്, നമ്മുടെ ഉത്തരവാദിത്വ ബോധം മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുമ്പോഴാണ് നമുക്ക് മറ്റൊരു ഉത്തരവാദിത്വം തരുന്നത്. അല്പത്തിൽ വിശ്വസ്തനായവനെ അധികത്തിൽ വിചാരകനാക്കുന്നു എന്നുള്ളത് ദൈവത്തിൻ്റെ തത്വമാണ്, ബൈബിളിൻ്റെ ഒരു തത്വമാണ്. നിങ്ങളിന്ന് ദൈവം ഏൽപ്പിച്ച ചെറിയ കാര്യത്തിൽ വിശ്വസ്തത പുലർത്തുന്നെങ്കിൽ ദൈവം വലിയ കാര്യങ്ങൾ, വലിയ ദൗത്യങ്ങൾ നിങ്ങളെ ഏൽപ്പിക്കും. അതുകൊണ്ട് അധൈര്യപ്പെടേണ്ട, മുൻപോട്ട് പോവുക. ഒരുപക്ഷെ നിങ്ങളെ ആരും അപ്രീഷിയേറ്റ് ചെയ്തില്ലെന്ന് വരാം, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത കാര്യത്തെ ആരും കണ്ടില്ലെന്ന് വരാം. ഇന്നല്ലെങ്കിൽ നാളെ അതിന് വിലയുണ്ട്. മൊർദെഖായി എന്ന് പറയുന്ന മനുഷ്യൻ മറ്റാരും അറിയാതെ ചെയ്ത ഒരു പ്രവൃത്തി, രാജാവിനെ വധിക്കാൻ വേണ്ടി ആരൊക്കെയോ ശ്രമിച്ചപ്പോൾ ഈ പാവപ്പെട്ട മൊർദെഖായി രാജാവിനെ രക്ഷിച്ചതിനെക്കുറിച്ച് വീണ്ടും ചില വർഷങ്ങൾ കഴിയുമ്പോഴാണ് രാജാവ് വായിക്കുന്നതും അറിയുന്നതും. അത് തൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമായി തീർന്നു. തനിക്ക് വേണ്ടി ഒരുക്കപ്പെട്ട കഴുമരം മാറി അത് ഹാമാനു വേണ്ടി നീക്കപ്പെടുകയാണ്. അപ്പം നമ്മൾ അറിയേണ്ടത്, നമ്മൾ ദൈവനാമത്തിൽ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും ദൈവം റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ദൈവം എഴുതി വെക്കുന്നുണ്ട്, നമ്മുടെ കണ്ണുനീരിനെ ദൈവം കാണുന്നുണ്ട്. അതുകൊണ്ട് വിശ്വസ്തരായിരിക്കാൻ കൂടുതൽ ഉത്സാഹിക്കുക. ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. അവനാണ് നിങ്ങളെ വിളിച്ചത്. മറ്റാരെയും നിങ്ങൾ നോക്കണ്ട. മനുഷ്യനല്ല ദൈവം വിളിച്ചിരിക്കുന്നത്, ദൈവമാണ് നിങ്ങളെ വിളിച്ചത്. വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നത് ദൈവമാണ്, സഭയിലാക്കിയത് ദൈവമാണ്, ജോലി തന്നത് ദൈവം. അതുകൊണ്ട് ജോലി റിസൈൻ ചെയ്യണം, വിട്ടേച്ചു പോകണമെന്ന് പറയണ്ട. നിങ്ങൾ നാളെ വരെ മാത്രമേ ജോലി ചെയ്യുന്നുള്ളെങ്കിലും നാളെ വൈകുന്നേരം 5 മണി വരെ 100% വിശ്വസ്തയോടെ ജോലി ചെയ്യുമ്പോഴാണ്
യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് കർത്തവ്യബോധം നിങ്ങൾ ഉണ്ടാകുന്നത്, യഥാർത്ഥത്തിൽ നിങ്ങൾ വിശ്വസ്തനാകുന്നത്. വിശ്വസ്തയോടെ മുൻപോട്ട് പോകാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.